ബി കെയർഫുൾ വെൻ യു ബിക്കം ആംഗ്രി. ഇറ്റ്സ് റിഫ്ലക്റ്റിംഗ് യുവർ റിയൽ ഐഡൻറ്റിറ്റി. ദേഷ്യം വരുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം അത് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു. ചിലർ കണ്ടിട്ടില്ലേ, ദേഷ്യം വരുമ്പോൾ വായത്തോന്നി ഇതൊക്കെ വിളിച്ചു പറയും. ചിലപ്പോൾ ചീത്ത വാക്കുകൾ അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ ഒക്കെ വിളിച്ചു പോകും. അവരുടെ ദേഷ്യം പോയി കഴിയുമ്പോൾ അവരതങ്ങ് മറക്കും. പക്ഷേ കേട്ട് നിന്ന ആളുടെ മനസ്സിൽ നിന്ന് അതൊക്കെ പോകണമെന്നില്ല. അത് അവരുടെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കും. നിങ്ങൾ അങ്ങനെയുള്ള ആളാകാതിരിക്കുക. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ പറയുന്ന ഓരോ വാക്കും ഓരോ കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ ദേഷ്യത്തിൻ്റെ പുറത്ത് പറയുന്നതാകാം. പക്ഷേ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ പാർട്ണർ അവിടെ നിൽപ്പുണ്ടാവും. നിങ്ങൾ ചിന്തിച്ചതും ചിന്തിക്കാത്തതുമായ അർത്ഥതലം ചിലപ്പോൾ നിങ്ങളുടെ പാർട്ണർ അതിന് കൊടുക്കും. നിങ്ങൾ ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ 1 മിനിറ്റ് നേരത്തെ ആയുസ് ഉണ്ടാവുള്ളൂ. പക്ഷേ കേട്ട് നിൽക്കുന്ന നിങ്ങളുടെ പാർട്ണർ ചിലപ്പോൾ മറന്നു കളയണമെന്നില്ല. അത് അവരുടെ മനസ്സിൽ ചിലപ്പോൾ വളരെ ആഴത്തിൽ പതിഞ്ഞു പോയിട്ടുണ്ടാവും. ഇത് നിങ്ങളുടെ ബന്ധത്തെ വളരെ മോശമായിട്ട് ബാധിക്കും. മനുഷ്യരല്ലേ, ദേഷ്യമൊക്കെ വരാം. എല്ലായ്പ്പോഴും ചിരിച്ച് കോമഡിയാക്കി നടക്കാനൊന്നും പറ്റില്ലല്ലോ. പക്ഷേ ഓരോ മനുഷ്യരും ദേഷ്യപ്പെടുന്ന രീതി വെച്ചാണ് അവരോരോരുത്തരും എങ്ങനെയാണ് എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളുടെ പാർട്ണറും നിങ്ങൾ മനസ്സിലാക്കും. ദേഷ്യം വരുമ്പോൾ പരമാവധി ശാന്തമായി കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഒരു കാരണവശാലും അശ്ലീല കാര്യങ്ങളോ അശ്ലീല വാക്കുകളോ നിങ്ങളുടെ പാർട്ണറിനെ വിളിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഈ മോശം സംഭാഷണം നിങ്ങളുടെ പാർട്ണറിൽ ഒരിക്കലും നിങ്ങളെപ്പറ്റി മതിപ്പുളവാക്കില്ല. അപ്പോൾ ദേഷ്യപ്പെടുമ്പോൾ എൻ്റെ പൊന്നു സുഹൃത്തെ, ഇതൊന്ന് ശ്രദ്ധിച്ചേക്കാം.